വണ്ടിപ്രേമിയും പുതിയൊരു വീട്ടിലേക്ക് പോകാം. അപ്പൊ നമുക്കിന്ന് വർക്ക് ഉള്ളത് ഐഫോൺ 36 വേണമല്ലോ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ള വർക്ക് എന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ഫുഡ് സ്റ്റെപ്പ് എംടെക് ബ്രാൻഡിന്റെ 300 kg ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് സ്റ്റെപ്പ്. അതേപോലെ തന്നെ നമുക്ക് ഫറോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ അതായത് പ്രീമിയം മാറ്റ് ആണ് കേട്ടോ. ഫറോ എന്നാണ് അതിന്റെ ഒരു പ്രീമിയം ക്വാളിറ്റി മാറ്റ് ആണ് നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അത് ഫീഡ് മാറ്റ് ആണ്. നമുക്ക് ഇതിനകത്ത് ബാക്ക് ഡ്രോ, അതായത് നമുക്ക് ഈ ഡിക്കി സ്പേസ് ഡ്രോയിൽ വരത്തില്ല. പക്ഷെ നമുക്കത് GFX അങ്ങനെയുള്ള ബ്രാൻഡിന്റെ ഒക്കെ ഡിക്കി ഡ്രോയിൽ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ പ്രീമിയം ബ്രാൻഡിൽ അങ്ങനെ ഡിക്കി നൽകുന്നില്ല. പിന്നെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രോഡക്റ്റാണ് ഡാഷ് ക്യാം. അപ്പൊ ഇത് ക്യൂബോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു 4K ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഓൺലൈനാണ് ഈ ഒരു പ്രോഡക്റ്റ് ഏകദേശം 14,000 ആ ഒരു പ്രൈസ്, 5,000 ഇതിനകത്ത് പ്രൈസ് ഓൺലൈൻ കളിക്കുന്നത്. പക്ഷെ അതിനകത്ത് നമുക്ക് ഇതിനകത്ത് ഹാർഡ്വെയർ കിറ്റ് എന്നുള്ള ഒരു കിറ്റ് വരുന്നുണ്ട്. അതായത് നമുക്ക് സാധാരണ നമ്മൾ USB പോർട്ടിൽ അല്ലെങ്കിൽ ചാർജിംഗ് പ്ലഗിനകത്ത് തന്നെ ആഡ് ചെയ്യുന്നത്, അതിന് പകരമായിട്ട് നമുക്ക് ഡയറക്റ്റ് തന്നെ നമ്മൾ ഫീസ് ബോക്സിലോട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന ഹാർഡ്വെയർ കിറ്റ് ഇവിടെ നമുക്ക് വരുന്നുണ്ട്. അതായത് സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ നേരത്തെ കിട്ടും, പക്ഷെ ഓൺലൈനിൽ മേടിക്കുമ്പോൾ ആ ഒരു പ്രോഡക്റ്റ് കിട്ടത്തില്ല. വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റിന്റെ പ്രൈസ് കൂടെ ഇതിനകത്ത് ആഡ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ തന്നെ എടുക്കാൻ വേണ്ടത്. അപ്പൊ അത് സെപ്പറേറ്റ് റേറ്റ് ഓൺലൈൻ പേജിൽ നിങ്ങൾ നോക്കി നമ്മളോട് ഈ ഡാഷ് ക്യാം പർച്ചേസ് ചെയ്യുന്നത് റേറ്റ് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ വീണ്ടും നമ്മളൊരു ഒരു ടിങ്ടോൺ ക്രോം ഫോൺ നമുക്ക് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു GPL ഒരു ട്രൈ കളർ ഫോഗ്ലാം. അപ്പൊ നമ്മൾ ഇതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ചെയ്തു വരുന്ന ഒരു 2-inch ഫോഗ്ലാം വേണ്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഹൈക്രോസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ കുറ്റപ്പിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ പ്രോഡക്റ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വീഡിയോസ് തന്നെയാണ്. അപ്പൊ നമ്മളെ എംബ്രാക്കിന്റെ ബുക്സ്റ്റപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. ആദ്യം ചെയ്യുന്ന വർക്ക് എന്റേതാണ് കേട്ടോ. ഇപ്പൊ ബുക്സ്റ്റപ്പിന്റെ എഡ്ജ് നമുക്ക് മാക്സിമം നമുക്ക് ഒരു 6 inch മാത്രമാണ് ഇതിനകത്ത് നമുക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുക. അതായത് നമ്മളെ മിററിന്റെ സൈഡ് എപ്പോഴും നമ്മൾ ബുക്സ്റ്റപ്പ് വയ്ക്കുമ്പോൾ നമ്മുടെ മിററിന്റെ ഉൾവശത്ത് നിൽക്കുന്ന സൈസിന് മാത്രം നമ്മൾ ബുക്സ്റ്റപ്പ് എടുക്കുക. നമ്മൾ അല്ലാതെ കാണാറുണ്ട് വലിയ ബൾക്കി ആയിട്ടുള്ള ബുക്സ്റ്റപ്പ് കാണാറുണ്ട്. പക്ഷെ സാധനം യൂസ് തന്നെയാണ് ഇല്ലെന്ന് പറയാം. പക്ഷെ നമുക്കൊരു ഗ്യാപ്പ് റോഡാൻ കയറാൻ നേരത്ത് നമുക്ക് സൈഡ് മിറർ നമ്മൾ എന്തായാലും നമുക്ക് സൈഡ് മിറർ മടക്കാൻ പറ്റില്ല. ആ സമയത്ത് അത്രയും ഗ്യാപ്പ് നമുക്ക് വേണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബുക്സ്റ്റപ്പ് കാര്യങ്ങളൊക്കെ ഡാമേജ് ആയി ചാൻസ് കൂടുതൽ. അതുപോലെ തന്നെ ഇത് തന്നെ നമുക്ക് വണ്ടിയുടെ ഒരു ലുക്ക് പോകാതെ തന്നെ ഒരു OEM ഫിനിഷിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഏകദേശം 80 കിലോ ഉണ്ട്. ഞാൻ ഇന്നത് ഇരിക്കുകയാണ്. അത് മാത്രമല്ല, ഞാനിപ്പം ഡോറെല്ലാം ക്ലോസ് ചെയ്തിട്ടാണ് നിൽക്കുക. അപ്പൊ ഡോർ ഓപ്പൺ ചെയ്യാനെങ്കിൽ നമുക്ക് പക്കയായിട്ട് ഞാൻ നിൽക്കാനുണ്ട്. ഞാൻ ഇവിടെ പിടിക്കാതെ ഡോറ് നമ്മൾ ഓപ്പൺ ചെയ്തതാണ്. നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ നേരത്ത് അത്രേ ഉള്ളു എന്നുള്ള പ്രോഡക്റ്റ്, ചെറിയൊരു പ്രോഡക്റ്റ് ആയിട്ട് തോന്നുമെങ്കിൽ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് ഇറങ്ങാൻ നേരത്തോ അല്ലെങ്കിൽ കയറാൻ നേരത്തോ നമുക്കത് സുഖമായിട്ട് നമുക്ക് ഇത്തിരി ഏജ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളും ഇല്ലാതെ നമുക്ക് ഈ ബുക്സ്റ്റപ്പിനകത്ത് ചവിട്ടി കയറാൻ സാധിക്കും. അപ്പൊ നമുക്ക് ബുക്സ്റ്റപ്പിന്റെ വർക്ക് നമ്മൾ തന്നെ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് ഫോണ്, അതേപോലെ തന്നെ ഫോഗ് ലാമ്പ്, പിന്നുള്ളത് ഡാഷ് ക്യാം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ ഹൈക്രോസിൽ ഇരിക്കുന്ന ഫോഗ് ലാമ്പ്, സ്റ്റോക്ക് ഫോഗ് ലാമ്പ്. അപ്പൊ നമ്മളിത് ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഹൈക്രോസിൽ മാത്രമല്ല ഫോർച്യൂണറിലായാലും നമ്മളെ ലാൻഡ്ക്രൂസറിലായാലും ഈ സെയിം ഫോഗ് ലാമ്പ് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഉണ്ടായിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി, സെയിം സാധനം ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് ആണല്ലേ. നമ്മൾ ഈ ഒരു ഫോഗ് ലാമ്പാണ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതൊരു ബ്ലൂ ലെൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. പോരാത്തന്നെ ഇതിനകത്ത് നമുക്ക് ഹൈയും ലോയും വർക്കാവും. അതിനുള്ള വയറാണ്. പോരാത്തന്നെ നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റ് കപ്ലർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പോരാത്ത നമുക്ക് മാനുവലി അഡ്ജസ്റ്റബിൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് ഈ ഫോഗ് ലാമ്പിൽ വരുന്നുണ്ട്. ഈ ലാമ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കിത് ഡയറക്റ്റ് ഫിറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. പോരാതെ നമ്മളൊരു വയർ കിറ്റ്, നമ്മൾ ലുമാക്സിന്റെ വയർ കിറ്റാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. ആ വയർ കിറ്റ് കൂടെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഇതിനകത്ത് ബ്രൈറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ വർക്കാണ് ഇപ്പൊ ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടി ഒരു ഫ്രണ്ട് റിമൂവ് ചെയ്തത് പോലെ. അപ്പം ഇതാണ് നമ്മളെ ട്യൂബോയുടെ ഡാഷ് ക്യാം. ഇതിനകത്ത് നമുക്ക് 1 TB വരെ നമുക്ക് ഇതിനകത്ത് SD കാർഡ്സ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം 10 ക്ലാസ് SD കാർഡ് തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതാണ് അതിനൊപ്പം വന്നെങ്കിൽ ഇതിന്റെ ഡാഷ് ക്യാം ഉണ്ടല്ലേ. അപ്പൊ നമുക്കൊരു ഡിസ്പ്ലേ ഇതിന്റെ കൂടെ വരുന്നുണ്ട്. ഇതൊരു 4K റെസൊല്യൂഷൻ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഡാഷ് ക്യാം ആണ്. പോരാത്തതിന് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതിന്റെ ഹാർഡ്വെയർ കിറ്റ് വരുന്നുണ്ട്. അതായത് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഫേസ് ബോക്സിൽ തന്നെ ആഡ് ചെയ്യാം. അതാകുന്ന നേരത്തെ നമുക്ക് വണ്ടിക്കകത്തൊരു നല്ല രീതിയിൽ ഇമ്പാക്ട് കിട്ടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യും. പോരാത്തതിന് നമുക്ക് പാർക്കിങ്ങിന് വേണമെങ്കിൽ റെക്കോർഡ് എനേബിൾ ചെയ്തിട്ട് പോകാനുള്ള ഓപ്ഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വെഹിക്കിളിൽ വരുന്നുണ്ടോ. അതായത് എന്താ ഈ സെൻസർ, അതുപോലെ തന്നെ സോണിയിലെ ക്യാമും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഓൾവേസ് റെക്കോർഡിങ്, അഡാസ്, അതായത് നമ്മുടെ ഈ ക്യാമിനകത്ത് ഒരു അഡാസിന്റെ ഒരു സ്പെക് ഉണ്ട്, അത് വരുന്നുണ്ട്. അതായത് ഇൻബിൽറ്റ് GPS, അതേപോലെ തന്നെ HDR വിഷൻ ആണ്. ലോ ലൈറ്റിലും നല്ലൊരു ഹൈ ക്വാളിറ്റി തന്നെ ഇതിന്റെ വീഡിയോസ് റെക്കോർഡ് ചെയ്യും. അതിന് അത്രയും പ്രൈസ് കൊടുത്ത് മേടിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിനൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അതും കൂടെ ഉള്ളൂ ഇതിനകത്ത് പരിപാടി. അതും കഴിഞ്ഞ് നമുക്ക് ഒരു മാച്ച് കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ വർക്ക് കംപ്ലീറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിന്റെ ക്വാളിറ്റി ജസ്റ്റ് കാണാം. ക്യൂബോയുടെ ഡാഷ് ക്യാമ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. നമ്മളെ വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടാ. അപ്പൊ നമ്മളെ ക്യാമറയുടെ ഈ ക്വാളിറ്റി ഇങ്ങനെയാണ് അല്ലേ. ക്യാമറ ക്വാളിറ്റി ഉണ്ടല്ലോ. അപ്പൊ ഇത് നമുക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക് റെക്കോർഡാണ്. പോരാത്തിന് 1 TB വരെ ഇതിനകത്ത് നമുക്ക്
സ്റ്റോറേജ് ആയിട്ട് നമുക്ക് SD കാർഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാറ്റാണ് കേട്ടോ. നമ്മളെ ഫറോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു പ്രീമിയം ക്വാളിറ്റി മാറ്റാണ്. മാത്രമല്ല ഈ മാറ്റ് നമുക്കിപ്പോൾ സർവീസ് സ്റ്റേഷനിലോ മറ്റെവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഒരു പീസ് ആയിട്ട് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പീസ് മാത്രമായിട്ട് ഈ ഒരു മാറ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും. അത് മാത്രമല്ല നമ്മളെ സീറ്റിന്റെ കളറും മാറ്റിന്റെ കളറും ഡാഷ്ബോർഡിന്റെ കളറും സെയിം ആണ് കേട്ടോ. അപ്പൊ നമ്മള് ഫ്രണ്ടിന് വേണ്ടി ഈ സെലക്ഷൻ ചെറിയ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ട്രൈക്കിന്റെ പ്രോഗ്രാമും അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും ഹോറും മാത്രമാണ് ഈ ഒരു വെഹിക്കിളിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ട്രൈക്കൾക്ക് പ്രോഗ്രാമാണ് ഇന്നത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് റൈറ്റ് അതായത് ഹൈ ബീമിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഉള്ളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഇതിന്റെ ഫുൾ വീഡിയോ അതായത് ഈ ഒരു പ്രോഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ ഫുൾ വീഡിയോസ് നമ്മളെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഐക്കോണിക് സെലക്ഷൻ നമ്മൾ ചെയ്ത വർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോഗ്രാം അതേപോലെ തന്നെ സൈഡ് പുസ്റ്റപ്പ് എംടെക്കിന്റെ സൈഡ് പുസ്റ്റപ്പ് പിന്നെ നമ്മുടെ ട്യൂബോര 4K ആയിട്ട് വരുന്ന ഒരു ഡാറ്റാം അതേപോലെ തന്നെ പറഞ്ഞ പ്രീമിയം ലെവലിൽ പറഞ്ഞാൽ ഒരു ഫോർമാറ്റ് കൂടെയാണ് ഈ വേണ്ടിക്കകത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത്രയാണ് ഈ വെഹിക്കിളിനകത്ത് വർക്കുള്ളത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.